Yes, people, good evening. Good evening, everyone. Very good evening, everyone. You all can see me. Am I audible? Please respond if I'm audible. Yes, let me know if I'm audible. Yes, just let me know your response if I'm audible. You can hear me well, you can see me well. Hello, Soumya, Mekha, Priya. Very good evening, everyone. Very good evening, everyone. Yes, so how many new joiners are there today? ഇന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്ത് എത്ര ആൾക്കാരുണ്ട്? ലിൻസി, ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ്. എല്ലാവരും പോരട്ടെ? യെസ്, റൈറ്റ്. ഓക്കെ, സോ ഇന്നലെ ഞാൻ അനൗൺസ് ചെയ്തിരുന്ന പോലെ ഇന്ന് ലൈവ് സെഷൻ നമ്മൾ മലയാളത്തിലാണ് എടുക്കുന്നത് അല്ലേ? ഇന്നത്തെ മലയാളം ചാനലിൽ ഇന്ന് നമ്മൾ എടുക്കാൻ പോവാണ്. ഇന്നലെ കുറേ പേര് മലയാളത്തിന്റെ എന്ന് കാണും, മലയാളത്തിന്റെ ഇന്നാണ്, റൈറ്റ്? വേറൊരു ഗ്രാമർ ക്വിസുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ ഇന്ന് യെസ്, ഓക്കെ പ്രേസി, ഓക്കെ പ്രേസി, Sylvan, yes, Sylvan, first time. I think this is a new name, right? So all those who are attending the session for the first time, okay, just say first timers. ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരൊന്ന് ഫസ്റ്റ് ടൈമേഴ്സ് ആണെന്നൊന്ന് പറഞ്ഞേ. ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരൊന്ന് ഫസ്റ്റ് ടൈമർ ആണെന്നൊന്ന് പറഞ്ഞേ. യെസ്, ഫസ്റ്റ് ടൈമർ. ഓക്കെ, ഓൾ റൈറ്റ് പീപ്പിൾ. സോ നമുക്ക് നമ്മുടെ ക്വിസിലോട്ട് പോകാം. എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാവർക്കും ചെയ്യാൻ പറ്റണം. അത് മാത്രമല്ല ജസ്റ്റിഫൈയും കൂടെ ചെയ്യാൻ പറ്റണം. ഓക്കെ, ലൈക്ക് എന്തുകൊണ്ടാണ് ഓപ്ഷൻ 1 അല്ലെങ്കിൽ എന്തുകൊണ്ട് ഓപ്ഷൻ 2 അല്ല എന്നും കൂടെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഓക്കെ, Sylvan is first time. Yes, I felt that, Sylvan. Okay. So, Sylvan, let's see if you're able to answer all the questions. Okay, and if not, no problem. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കി നമുക്ക് നോക്കാം, എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 1 എന്റെ സ്ക്രീനിൽ വിസിബിൾ ആണല്ലോ അല്ലെ? എല്ലാവർക്കും എന്റെ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണാമല്ലോ, റൈറ്റ്? മിസ്റ്റർ പിറേസ് always dash his tablets crushed and mixed with yogurt, right? Mr. Perez always dash his tablets crushed and mixed with yogurt. ഇവിടെ പേഷ്യന്റെ ഒരു ഫാക്ട് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ? പേഷ്യന്റിന്റെ ഒരു ഫാക്ട് ആയിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? പേഷ്യന്റിന്റെ, ഈ പേഴ്സണിന്റെ ഒരു ഫാക്ട് ആയിട്ടാണ് കാണിക്കുന്നത്. എപ്പോഴും, ഓൾവേസ്, എപ്പോഴും ചെയ്യുന്ന ഫാക്ട് ആയിട്ടാണ് പേഷ്യന്റ് ഇത് കാണിക്കുന്നത് അല്ലെ? സുജിത, ടെസ്, മേഘ അല്ലെ? സോ ഉറപ്പായിട്ടും ഇത് പേഷ്യന്റ് ഫാക്ട് ആണെങ്കിൽ ഫാക്ട്സ് ആർ ഓൾവേസ് റീപ്രസെന്റഡ് ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലെ? ഫാക്ട്സ് ആർ ഓൾവേസ് റീപ്രസെന്റഡ് ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്ട്, ആൻഡ് V1 ആണെങ്കിൽ വെർബ് ഫസ്റ്റ് ഫോമിൽ ആയിരിക്കണം. ആൻഡ് കുറച്ച് മുമ്പ് 20 മിനിറ്റ് മുമ്പ് നമ്മൾ 6 PM സൂം സെഷനിൽ നിന്ന് പഠിച്ചതേ ഉള്ളൂ എന്ത്? സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് അല്ലെ? കുറച്ച് മുമ്പ് 20 മിനിറ്റ്സ് മുമ്പേയും കൂടെ നമ്മൾ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് പഠിച്ചേ ഉള്ളൂ. എന്തായിരുന്നു അത്? ദാറ്റ് ഇസ് സബ്ജക്ട് സിംഗുലർ, വെർബ് ഇസ് ഓൾവേസ് സിംഗുലർ, ആൻഡ് വെർബ് സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കണം എന്നുള്ളത് 20 മിനിറ്റ് മുമ്പേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ? സോ മിസ്റ്റർ പെരേസ് ഓൾവേസ് ടേക്സ് ഹിസ് ടാബ്ലറ്റ്സ് crushed and mixed with yogurt. ടേക്കും ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആണല്ലോ. ടേക്കും ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആണല്ലോ, പിന്നെ എന്തുകൊണ്ട് ടേക്ക് പോയിക്കൂടാ? ടേക്കും ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആണല്ലോ, പിന്നെ എന്തുകൊണ്ട് ടേക്ക് പോയിക്കൂടാ ഇസ് മൈ ക്വസ്റ്റ്യൻ. യെസ്, പ്ലീസ് ആൻസർ. ടേക്കും ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആണല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് ടേക്ക് പറഞ്ഞൂടാ? ബിക്കോസ് ടേക്ക് എന്താണ്? വിച്ച് ഫോം ഓഫ് ദ വെർബ് ഇസ് ടേക്ക് ഒന്ന് പറഞ്ഞേ. ടേക്ക് വിച്ച് ഫോം ഓഫ് ദ വെർബ് ആണ്? സിംഗുലർ ഫോം ഓഫ് ദ വെർബ് ആണോ, പ്ലൂറൽ ഫോം ഓഫ് ദ വെർബ് ആണോ എന്ന് പറഞ്ഞേ. ടേക്ക് എന്ത് ഫോം ഓഫ് ദ വെർബ് ആണെന്ന് പറഞ്ഞേ. പോരട്ടെ, ആൻസേഴ്സ് പോരട്ടെ. ടേക്ക് എന്ത് ഫോം ഓഫ് ദ വെർബ് ആണ്? ടേക്ക് പ്ലൂറൽ ഫോം ഓഫ് ദ വെർബ് ആണ് അല്ലെ? ടേക്ക് ഫസ്റ്റ് ഫോം ആണ് ടെസ്, പക്ഷെ ഇറ്റ് ഇസ് പ്ലൂറൽ ഫോം ഓഫ് ദ വെർബ് അല്ലെ? ദിസ് ഇസ് പ്ലൂറൽ ഫോം ഓഫ് ദ വെർബ്. ടേക്ക് പ്ലൂറൽ ഫോം ഓഫ് ദ വെർബ് ആണ്. പ്ലൂറൽ ഫോം ഓഫ് ദ വെർബ് ആണെങ്കിൽ സബ്ജക്ട് എന്തായിരിക്കണമായിരുന്നു? എക്സാക്ട്ലി സൗമ്യ, വെരി ഗുഡ്. സബ്ജക്ട് സിംഗുലർ, സോ വെർബ് ഇസ് ഓൾസോ സിംഗുലർ. ആബ്സല്യൂട്ട്ലി.
വെരി ഗുഡ്. സോ എന്തുകൊണ്ടായിരിക്കും ഇവിടെ ടേക്ക് എഴുതാതിരിക്കാനുള്ള കാര്യം? കാരണം സബ്ജക്റ്റ് നമ്മുടെ സിംഗുലർ ആണ് അല്ലെ. സബ്ജക്റ്റ് നമ്മുടെ സിംഗുലർ ആയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ വേർബും സിംഗുലർ ആയിരിക്കണം. സോ ഇതാ പിടിച്ചോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ്. ഇന്നും കൂടെ ഇന്നലെ തൊട്ട് നമ്മളിത് സൂം സെഷനിലും എടുക്കുന്നുണ്ട് ഗ്രാമർ ക്ലാസ്സിൽ അല്ലെ. എന്താണ് കൺസെപ്റ്റ് അപ്പം? സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് കൺസെപ്റ്റ് അനുസരിച്ച് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കും. വേർബ് സിംഗുലർ ആണെങ്കിൽ വേർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യുന്നതാണ്. അതേ സ്ഥാനത്ത് നമ്മുടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കും. വേർബ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ വേർബിന്റെ കൂടെ എസ് ആഡ് ചെയ്യുന്നതല്ല. കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇവിടെ ടേക്സ് എന്തുകൊണ്ട് വന്നു, ടേക്ക് എന്തുകൊണ്ട് വന്നില്ല, എല്ലാവർക്കും ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞേ. ടേക്സ് എന്തുകൊണ്ട് വന്നു, ടേക്ക് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. ഫസ്റ്റ് ടൈമേഴ്സിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ അല്ലേ? റൈറ്റ്. സോ നോക്കിക്കെ 52 വ്യൂവേഴ്സ് ഉണ്ട് ക്ലാസ്സിൽ. എല്ലാവരും ലത, സുമൻ, ലിജി, ടെസ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേടോ. ക്ലാസ് ഒന്ന് ഷെയർ ചെയ്തേടോ. നിങ്ങളുടെ ഷെയർ ഇല്ലാതെ എങ്ങനെയാ നമുക്ക് ഇതിലോട്ടൊന്ന് സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റുക? ഇൻഡിവിജ്വലി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ജിൻറ്റു, പ്രിയ, നീതു, മേഘ, ശൈല, സുജിത, റൈറ്റ്, പ്രേസി, സൗമ്യ, പ്രിയ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേടാ. ഓക്കെ. ഗുഡ് ഈവനിങ് ഡാലിയ. ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ്. റൈറ്റ്. സോ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. റൈറ്റ്. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു. വെരി ഗുഡ് യാർ. വെരി ഗുഡ്. നൈസ്. ക്വസ്റ്റ്യൻ എന്താണ്? ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ, ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ ഡാഷ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബോഡി. The left side of the brain dash the right side of the body. First of all tell me, ഇതൊരു ഫാക്ട് അല്ലേ? റൈറ്റ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. ഗ്രേറ്റ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഒന്ന് പറഞ്ഞു, ഇതൊരു ഫാക്ട് അല്ലേ? എനിക്കറിയാം സൗമ്യ, യു വുഡ് ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു ഷെയർ ഇറ്റ്. ഐ നോ ഇറ്റ്. റൈറ്റ്. ഇതൊരു ഫാക്ട് അല്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇതൊരു സയന്റിഫിക് ഫാക്ട് തന്നെ അല്ലേ? ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ controls the right side of the body. This is the fact അല്ലെ? അപ്പം ബ്രെയിനിന്റെ ലെഫ്റ്റ് സൈഡ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതിന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം? ബ്രെയിനിന്റെ ലെഫ്റ്റ് സൈഡ് ആണ് ബോഡിയുടെ റൈറ്റ് സൈഡിനെ കൺട്രോൾ ചെയ്യുന്നത് ഫാക്റ്റ് ആണ്. സോ എന്ത് ടെൻസ് ആണ് ഇവിടെ വരേണ്ടത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് വരേണ്ടത് അല്ലെ? സോ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബോഡി കൺട്രോൾസ് അല്ലെ? ക്ലിയർ അല്ലേ? കൺട്രോൾസ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബോഡി. സോ ഇവിടെയും ഏത് കൺസെപ്റ്റ് അപ്ലൈ ചെയ്തെന്നൊന്ന് പറയാമോ? ഇവിടെയും നമ്മൾ ഏത് ചാപ്റ്ററിന്റെ കൺസെപ്റ്റ് ആണ് അപ്ലൈ ചെയ്തെന്നൊന്ന് പറയാമോ? ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഏത് ചാപ്റ്ററിന്റെ കൺസെപ്റ്റ് ആണ് അപ്ലൈ ചെയ്തെന്നൊന്ന് പറയാമോ? സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ഒക്കെ അല്ലെ? ഇവിടെ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്തത്? സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് കൺസെപ്റ്റ് തന്നെയാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. എന്ത്? സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ, വേർബ് സിംഗുലർ ആണെങ്കിൽ വേർബിന്റെ കൂടെ എസ് ചേർക്കണം എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അല്ലെ? സോ ക്വസ്റ്റ്യൻ നമ്പർ 1 and question number 2 is clear to each one of you. Question number 1 and question number 2 is clear to each one of you. Yes. Okay. All right. So please let's move on to the next question. Next question namukku nokam. I live dash Auckland. Yes, subject verb agreement inde concept aanu. Right Priya? Right, correct aanu. I live dash Auckland where I dash as dash plastic surgeon. Parange. I live dash Auckland where I dash as dash plastic surgeon. Yes, option number. ഏത് ഓപ്ഷൻ ആണ് വരേണ്ടത്? Yes, everybody option number A അല്ലേ? Option number A. Okay, option number A യും option number just a second. Okay, ഞാൻ A യും C യും സെയിം ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ? സെയിം ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത്. വർക്ക്. ഓക്കെ ഫൈൻ ഗ്രേറ്റ്. ഓൾ റൈറ്റ്. സോ ഏതായിരിക്കും റൈറ്റ് ആൻസർ?
ഓപ്ഷൻ നമ്പർ എ ആണല്ലേ. ഇൻ വർക്ക് എന്തുകൊണ്ടാ നോക്കിക്കേ. ഐ ലിവ് ഡാഷ് ഓക്ലൻഡ്, ഇൻ ഓക്ലൻഡ്, അതിലൊരു ഡൗട്ടും ഇല്ല. വേർ ഐ വർക്ക്, ഐയുടെ കൂടെ എന്തുകൊണ്ടാ വർക്ക് യൂസ് ചെയ്ത്, എന്തുകൊണ്ട് വർക്ക്സ് യൂസ് ചെയ്തുകൂടാ? ഐ സിംഗുലർ അല്ലേ. അക്കോർഡിംഗ് ടു സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം അല്ലേ. യെസ് ഷെറിൻ, ഹലോ, യെസ് പ്ലീസ് ടെൽ മീ. റൈറ്റ്. സോ അക്കോർഡിംഗ് ടു ദ കൺസെപ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ, ഓക്കെ, അത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ക്യാപിറ്റൽ ലെറ്റർ ഓക്കെ, അത് മൈൻഡ് സത്യത്തിൽ ചെയ്യണ്ട. ഓക്കെ, ഓൾ റൈറ്റ്. സോ സബ്ജക്ട് ഐയുടെ കൂടെ നമ്മൾ സത്യത്തിൽ എപ്പോഴും എന്താ യൂസ് ചെയ്യുന്നത്? സബ്ജക്ട് ഐയുടെ കൂടെ നമ്മൾ എപ്പോഴും പ്ലൂറൽ ഫോം ഓഫ് ദ വേർബ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. റൈറ്റ്. സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് എക്സെപ്ഷൻ ആണ് ഐയും യുവും. വിത്ത് ഐ ആൻഡ് യു വി ഓൾവേസ് യൂസ് പ്ലൂറൽ ഫോം ഓഫ് ദ വേർബ് പീപ്പിൾ. ഓക്കെ, ഐയുടെയും യുടെയും കൂടെ നമ്മൾ എപ്പോഴും പ്ലൂറൽ ഫോം ഓഫ് ദ വേർബ് ആണ് യൂസ് ചെയ്യുന്നത്. ഐ റൈറ്റ് ദ ലെറ്റർ, ഐ മാനേജ് ഓൾ ദ കണ്ടീഷൻ, ഐ പ്രൊവൈഡ് ഡ്രസ്സിംഗ്. Right, I consider this to be correct. With I and you we always use plural form of the verb. Okay, so ഇവിടെ I live in Auckland where I work as a plastic surgeon. Clear ആണോ? ക്ലിയർ അല്ലേ? സോ 3 ക്വസ്റ്റ്യൻസും നമ്മുടെ സബ്ജക്ട് വേർബ് എഗ്രിമെന്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാവരും കറക്റ്റ് ആയിട്ട് സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ്, വണ്ടർഫുൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമുക്ക് okay. Mr. Dawson dash a productive cough for almost a week. Mr. Dawson dash a productive cough for almost a week. Yes, എന്താണ് വരേണ്ടത്? എന്തുകൊണ്ടായിരിക്കും ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ സി? എന്തുകൊണ്ടായിരിക്കും? വാട്ട് വുഡ് ബി ദ റീസൺ? Okay, so see, I have 89 viewers. Gayatri, Rupali, yes, ellarum share ide. Dahlia, come on, share the class here. Sherlin, share the class. Gayatri, share the class. Right? I'm individually requesting you. Shaila, come on, share the class. Suman, share the class. Sharon, share the class. Come on, people. Do it. Please share the session. Yes. Okay, so എന്താണ് പോണ്ടത്? ഓപ്ഷൻ എ, ബി, സി, ഡി. എന്താണ് റീസൺ? ഓപ്ഷൻ നമ്പർ ഗ്രേറ്റ് എ ആണ് പോണ്ടത് അല്ലേ. ക്യാൻ യു ടെൽ മീ വാട്ട് ഇസ് ദ റീസൺ? ടൈം ഇൻഡിക്കേഷൻ ഇസ് ദേർ. ഒബ്വിയസ്ലി വേറെ ഒരു റീസണും ഇല്ല. ആസ് ക്ലിയർ ആസ് പ്യുവർ ആസ് ദാറ്റ്. ടൈം ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട് അല്ലേ. ടൈം ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. മിസ്റ്റർ ഡോസൺ ഡാഷ് പ്രൊഡക്റ്റീവ് കഫ് ഫോർ ഓൾമോസ്റ്റ് എ വീക്ക്. ഫോർ ഓൾമോസ്റ്റ് എ വീക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഈ പേഷ്യന്റിന് ഇപ്പോഴും പ്രൊഡക്റ്റീവ് കഫ് ഉണ്ടോ? The moment you say for almost a week എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആഴ്ചയായിട്ട്, that means ഇപ്പോഴും പ്രൊഡക്റ്റീവ് കഫ് ഉണ്ടോ? യെസ് ഓർ നോ? ഇപ്പോഴും പേഷ്യന്റിന് പ്രൊഡക്റ്റീവ് കഫ് ഉണ്ടോ? യെസ് ഓർ നോ? പേഷ്യന്റിന് പ്രൊഡക്റ്റീവ് കഫ് ഉണ്ടോ? യെസ് ഓർ നോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഹലോ വൃന്ദ, ഹായ്. യെസ്, റൈറ്റ്. ഇപ്പോഴും പേഷ്യന്റിന് പ്രൊഡക്റ്റീവ് കഫ് ഉണ്ട് അല്ലെ. ഇപ്പോഴും പേഷ്യന്റിന് പ്രൊഡക്റ്റീവ് കഫ് ഉണ്ട്. എന്ന് തുടങ്ങിയതാ പ്രൊഡക്റ്റീവ് കഫ്? ഒരാഴ്ചയായിട്ട് തുടങ്ങിയ പ്രൊഡക്റ്റീവ് കഫ് ഇപ്പോഴും ഉണ്ട്. ദാറ്റ് മീൻസ് ഒരാഴ്ച സമയം തൊട്ട് ഇപ്പോഴും ഉണ്ട് ഈ കണ്ടീഷൻ. ആൻഡ് എനി ആക്ഷൻ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് സ്റ്റിൽ യു ഹാവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ടൈം ഇൻഡിക്കേഷൻ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഹാസ് ഹാഡ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. റൈറ്റ്. കഴിഞ്ഞ ഒരാഴ്ച തൊട്ടുള്ള പ്രശ്നം ഇതുവരെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? ഹാസ് ഹാഡ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഹാസ് ഹാഡിന്റെ ഒരു പ്രത്യേകത നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. നോക്കിക്കേ സ്റ്റുഡൻസ്, ഹാസ് ഹാഡ് is only used when you have a time indication. Time indication ഇല്ലാതെ നമ്മൾ ഹാസ് ഹാഡ് യൂസ് ചെയ്യാറില്ല. ഓക്കെ, ടൈം ഇൻഡിക്കേഷൻ ഇല്ലാതെ നമ്മൾ ഹാസ് ഹാഡ് യൂസ് ചെയ്യാറില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മിസ്റ്റർ ഡോസൺ ഡാഷ് പ്രൊഡക്റ്റീവ് കഫ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യായിരുന്നു? മിസ്റ്റർ ഡോസൺ ഡാഷ് പ്രൊഡക്റ്റീവ് കഫ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യായിരുന്നു? ടൈം പീരീഡ് തന്നിട്ടില്ല, ഓൾമോസ്റ്റ് എ വീക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാമായിരുന്നു? ഇസ് മൈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ഓൾമോസ്റ്റ് എ വീക്ക് എന്നൊരു ടൈം ഇൻഡിക്കേഷനോ ടൈം ഫ്രെയിം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാമായിരുന്നു? ഹാസ് യൂസ് ചെയ്യാമായിരുന്നു, ഹാഡും യൂസ് ചെയ്യായിരുന്നു. കാരണം ടൈം ഇൻഡിക്കേഷൻ ഇല്ല. പ്രസന്റിന്റെ കാര്യമാണോ അതോ പാസ്റ്റിന്റെ കാര്യമാണോ എന്നൊരു ടൈം ഇൻഡിക്കേഷൻ ക്ലിയർ ആയിട്ടുള്ള ഒരു ടൈം ഇൻഡിക്കേഷൻ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അവിടെ ഹാസോ ഹാഡോ യൂസ് ചെയ്യായിരുന്നു. പക്ഷെ ഹാസ് ഹാഡ് ഒരുമിച്ച് യൂസ് ചെയ്യരുത് അല്ലേ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്?
അവിടെ ഹാസോ അല്ലെങ്കിൽ ഹാഡോ രണ്ടിനകത്തുനിന്ന് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാമായിരുന്നു. കാരണം ടൈം ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? പറയുന്നത് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? അപ്പൊ ഹാസ് എപ്പോ ഉപയോഗിക്കണം? ഹാസ് ഹാഡ് എപ്പോ ഉപയോഗിക്കണം? ഹാഡ് എപ്പോ ഉപയോഗിക്കണം? ഈ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഈ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. സോ ഇനി ഒന്ന് പറഞ്ഞേ, ഹാസും ഹാഡും ഹാസ് ഹാഡ് വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് പീപ്പിൾ. നമ്മുടെ ലെറ്ററിൽ നമ്മൾ ഈ മൂന്ന് ഉറപ്പായിട്ട് യൂസ് ചെയ്തിരിക്കും അല്ലെ? നമ്മുടെ ലെറ്റർ റൈറ്റിംഗിൽ ഹാസും ഹാഡും അല്ലെങ്കിൽ ഹാസ് ഹാഡിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് എപ്പോഴും ഉണ്ട്. ആർക്കൊക്കെ ഹാസിന്റെയും ഹാഡിന്റെയും ഹാസ് ഹാഡിന്റെ ആപ്ലിക്കേഷൻ ഇപ്പോഴും ക്ലിയർ അല്ല? സേ യെസ് ക്ലിയർ ആണെങ്കിൽ, സേ നോ ക്ലിയർ ഇല്ലെങ്കിൽ ഐ വിൽ എക്സ്പ്ലെയിൻ യു വൺസ് അഗൈൻ. ഹാസിന്റെയും ഹാസിന്റെയും ഹാഡിന്റെയും ഹാസ് ഹാഡ് ഒരുമിച്ചുള്ള ആപ്ലിക്കേഷൻ ആർക്കൊക്കെ, എസ്പെഷ്യലി പുതിയ സ്റ്റുഡൻസ്, നമ്മുടെ സ്റ്റുഡൻസിന് എല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ അറിയാം. പുതുതായിട്ട് ഇന്ന് ആദ്യമായിട്ട് സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ആർക്കൊക്കെ ഹാസിന്റെയും ഹാഡിന്റെയും ആപ്ലിക്കേഷൻ ഇപ്പോഴും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ സേ യെസ് ഇൻ ദ ചാറ്റ് ബോക്സ്, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ 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 അനിത, ഓൾ റൈറ്റ്, പോരട്ടെ? No ആണ്. Okay, right. So I think all those guys who are saying no are attending the session also for the first time. അല്ലേ? Rupali, Vishant, I think you are attending the session for the first time. അല്ലേ? Right? And Anita is also attending the session for the first time. Some doubts are there, says Akhil. Okay, Akhil. All right. Okay. So നമുക്ക് അതിലൊരു ക്ലാരിറ്റി കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ടാണല്ലോ. Ma'am, please explain again. Yes. See, I know because this is a very sensitive topic and I want each one of you to be thorough regarding this. നോക്കിക്കേ, നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നത്, HAS ഓക്സിലറി വെർബ് ഹാസ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രസന്റ് കണ്ടീഷൻ, പേഷ്യന്റിന്റെ പ്രസന്റ് കണ്ടീഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പേഷ്യന്റിന്റെ പ്രസന്റ് കണ്ടീഷനെ കുറിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാസ് യൂസ് ചെയ്യുന്നത് അല്ലെ? ഫോർ എക്സാമ്പിൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസ്, പേഷ്യന്റിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. ഓക്കെ, പേഷ്യന്റിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്നുള്ളത് പേഷ്യന്റിന്റെ ഫാക്റ്റ് ആണ്. ഞാൻ ടൈം തരാതെയാണ് സംസാരിക്കുന്നത് കേട്ടോ. പേഷ്യന്റിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നല്ല, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്, പേഷ്യന്റിന്റെ പ്രസന്റ് കണ്ടീഷൻ ആണ്. സോ ഒന്ന് പറഞ്ഞേ, മിസ്റ്റർ എക്സിന്, ഗുഡ് ഈവനിങ് സ്വാലിഹ, ഗുഡ് ഈവനിങ് റൈറ്റ്. സോ മിസ്റ്റർ എക്സിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്ന് എങ്ങനെ പറയാം? ഒന്ന് ചാറ്റ് ബോക്സിൽ പെട്ടെന്ന് ആൻസർ ചെയ്തേ. അതേപോലെ ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ കൂടെ ഷെയറും കൂടെ ചെയ്യണേ. 118 വ്യൂവേഴ്സ് എൻ്റെ ക്ലാസ്സിൽ 17 ഷെയറേ ഉള്ളൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്ത് സങ്കടമാണെന്നറിയോ അത് കാണുമ്പോൾ? ഒന്ന് ഷെയർ ചെയ്തേ. രശ്മി ഷെയർ ചെയ്തേ, അനു ഷെയർ ചെയ്തേ, സ്വാലിഹ കമോൺ ഷെയർ ചെയ്തേടാ. ഷെയർ ചെയ്യാൻ മാത്രമല്ല ചോദിക്കുന്നുള്ളൂ, റൈറ്റ്? ഓക്കെ, സോ മിസ്റ്റർ എക്സ് ഹാസ് ഹൈപ്പർ ടെൻഷൻ അല്ലെ? നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? മിസ്റ്റർ എക്സ് ഹാസ് ഹൈപ്പർ ടെൻഷൻ എന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ആൻഡ് ഇതിന്റെ അർത്ഥം എന്താ? വെൻ യു സേ മിസ്റ്റർ എക്സ് ഹൈപ്പർ ടെൻഷൻ, ഇതിന്റെ അർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താ അത്? മിസ്റ്റർ എക്സിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. ഓക്കെ, ഉണ്ടായിരുന്നു എന്നുള്ള മീനിങ് അല്ല. മിസ്റ്റർ എക്സിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഈ ഒരൊറ്റ മീനിങ്ങേ ഉള്ളൂ. വെൻ യു സേ മിസ്റ്റർ എക്സിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, വിച്ച് മീൻസ് മിസ്റ്റർ എക്സ് ഹാസ് ഹൈപ്പർ ടെൻഷൻ. അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ എക്സിന് ഡയബറ്റീസ് ഉണ്ടെന്ന് എങ്ങനെ പറയാം? ഒന്ന് ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് ആൻസർ ചെയ്തേ. മിസ്റ്റർ എക്സിന് ഡയബറ്റീസ് ഉണ്ട് എന്നെങ്ങനെ ആൻസർ ചെയ്യാം നമുക്ക്? മിസ്റ്റർ എക്സിന് ഡയബറ്റീസ് ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ഒന്ന് പറഞ്ഞേ. മിസ്റ്റർ എക്സിന് ഡയബറ്റീസ് ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ഒന്ന് പറഞ്ഞേ. Mr. X has diabetes. Very good, Abhi. Very good. Very good, Liji. Very good, Sherlin. Very good, Rashmi. Very good, yeah. Keep it up. Mr. X has diabetes. അപ്പോൾ ഹാസിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ല കേട്ടോ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ല. മിസ്റ്റർ എക്സിന് ഒക്കേഷണൽ ഡിപ്രഷൻ ഉണ്ട്, എങ്ങനെ പറയാം? അഖിൽ എങ്ങനെ പറയാം? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. റൈറ്റ്, മിസ്റ്റർ എക്സിന് ഒക്കേഷണൽ ഡിപ്രഷൻ ഉണ്ട്. ഞാനിപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ല പറയുന്നത് അല്ലേ. മിസ്റ്റർ എക്സിന് ഒക്കേഷണൽ ഡിപ്രഷൻ ഉണ്ട്. ഞാൻ അവിടെ ഒരു ക്ലൂ തരുന്നുണ്ട്. എന്ത്? ഒക്കേഷണൽ എന്നൊരു ക്ലൂ തരുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് ഇത് ഒക്കേഷണലി അറ്റാക്ക് ചെയ്യുന്നതാണെന്നുള്ളത് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ കമോൺ റിപ്പാലി, കമോൺ ആൻസർ എന്തായിരിക്കും? മിസ്റ്റർ എക്സ്
has occasional depression എന്ന് നമുക്ക് ആൻസർ ചെയ്യാം അല്ലേ? യെസ് ഓർ നോ? മിസ്റ്റർ എക്സ് ഹാസ് ഹൈപ്പർ ടെൻഷൻ ബിക്കോസ് ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. മിസ്റ്റർ എക്സ് ഹാസ് ടൈപ്പ് 2 ഡയബറ്റീസ് കാരണം ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. മിസ്റ്റർ എക്സ് ഹാസ് ഒക്കേഷണൽ ഡിപ്രഷൻ കാരണം ഞാൻ അവിടെ ഒക്കേഷണൽ വേർഡ് ചേർത്തൊരു ക്ലൂ തന്നു. എന്തില്ല, ഹാസാഡ് വരില്ല. ഹാസാഡ് വരില്ല അനു, കാരണം ഞാൻ ടൈം ഇൻഡിക്കേഷൻ തന്നിട്ടില്ല അല്ലെ? ടൈം ഇൻഡിക്കേഷൻ തരാത്ത സ്ഥിതിക്ക് ഹാസാഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹാസിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഹാസിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് യെസ് പറഞ്ഞേ. ക്ലിയർ അല്ലേ? ഹാസിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് യെസ് പറഞ്ഞേ. ഹാസിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് യെസ് പറഞ്ഞേ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഡൗട്ട് ഇല്ലല്ലോ? റുപാലി, right? All those who are attending for the first time had some doubts regarding has had and has had. Hasന്റെ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഹാഡിനെ കുറിച്ച് സംസാരിക്കാം നമുക്ക്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹാഡ്. ക്ലിയർ ആണ്? ഓക്കെ ഓക്കെ. മിസ്റ്റർ എക്സ് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓൾ റൈറ്റ്. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് പറഞ്ഞേ. മിസ്റ്റർ എക്സ് ഡാഷ് pneumonia when he was 8 years old. Mr. X dash pneumonia when he was 8 years old. Mr. X dash pneumonia when he was 8 years old. പേഷ്യന്റിന് 8 വയസ്സുള്ള സമയത്ത് പേഷ്യന്റിന് നിമോണിയ ആയിരുന്നു, അത് ഉണ്ടായിരുന്നു. പേഷ്യന്റിന് നിമോണിയ ആണ്, അത് ഉണ്ടായിരുന്നു. ഹാഡ് നിമോണിയ. വെരി ഗുഡ്. ഹാഡ് നിമോണിയ. വെരി ഗുഡ് യാർ, വെരി ഗുഡ്. ഹാഡ് നിമോണിയ. നിമോണിയ വന്നിട്ടുണ്ടായിരുന്നു. പ്രസന്റ് ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ല അല്ലെ? റൈറ്റ്. ഇപ്പൊ എല്ലാവർക്കും കത്തി തുടങ്ങി തോന്നുന്നു അല്ലെ? മിസ്റ്റർ എക്സ് ഹാഡ് നിമോണിയ വെൻ ഹി വാസ് 8 years old. പേഷ്യന്റിന് 8 വയസ്സുള്ള സമയത്ത്, 8 വയസ്സ് പ്രായമുള്ള സമയത്ത് പേഷ്യന്റിന് നിമോണിയ വന്നിട്ടുണ്ടായിരുന്നു. പ്രസന്റ് ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ല. സോ പ്രസന്റ് ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ആബ്സല്യൂട്ട്ലി പാസ്റ്റ് ആണ്. പാസ്റ്റ് തൊട്ട് പ്രസന്റ് വരെ അത് വന്നിട്ടൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഹാഡ് നിമോണിയ എന്ന് വരും അല്ലേ? മനസ്സിലായോ? ഹാഡിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ, ഹാഡിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഹാഡും ഹാസും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയോ? ഓക്കെ, ഹി ഹാഡ് ചിക്കൻ പോക്സ്. പേഷ്യന്റ് ചിക്കൻ പോക്സ് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ പറയും? ഹി ഹാഡ് ചിക്കൻ പോക്സ് അല്ലെ? ഹി ഹാഡ് ചിക്കൻ പോക്സ്. അപ്പം ഹാസ് എവിടെ ഉപയോഗിക്കണം? ഹാസ് ഹാഡ് എവിടെ ഉപയോഗിക്കണം എന്നുള്ളത് ക്ലിയർ ആണ് എല്ലാവർക്കും. ഹാസ് എവിടെ ഉപയോഗിക്കണം, ഹാസ് ഹാഡ് എവിടെ യൂസ് ചെയ്യണം എന്നുള്ളത് ക്ലിയർ ആണ്. ഇനി നമുക്ക് ഹാസ് ഹാഡിന്റെ ആപ്ലിക്കേഷൻ നോക്കാം. ഹാസും ഹാഡും ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നോക്കാം. ഹാസ് നമുക്ക് മനസ്സിലായി പ്രസന്റ് ടെൻസ് ആണെങ്കിൽ, ഹാഡ് നമുക്ക് മനസ്സിലായി പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ. അപ്പൊ ഹാസ് ഹാഡും ഒരുമിച്ച് എന്തായിരിക്കും? ഇവർ ഒരുമിച്ച് വരുന്ന ഒരു സന്ദർഭം തന്നെയാണ് ഹാസ് ഹാഡ്. പാസ്റ്റിൽ തുടങ്ങി ആ കണ്ടീഷൻ ഇതുവരെ ഉണ്ട്, അതൊരു ടൈം ഇൻഡിക്കേഷന്റെ ഒപ്പമാണെങ്കിലാണ് നമ്മൾ ഹാസ് ഹാഡ് യൂസ് ചെയ്യുന്നത് അല്ലേ? മനസ്സിലായോ? Any condition which started in the past and still continuing in the present with the help of a time indication. ഈ time indication exactly. ഈ time indication word നിങ്ങൾ ഓർത്തു വെക്കുക. With the help of time indication we use has had. For example, Mr. X dash hypertension since 1965. Mr. X dash hypertension dash 1965. എന്ത് യൂസ് ചെയ്യാൻ നമുക്ക്? അതെ, നോക്കിക്കേ, ഷെറിന് നല്ലൊരു എക്സാമ്പിൾ ആണ് തന്നത്. മിസ്റ്റർ എക്സ് ഹാസ് ഹാഡ് ഡയബറ്റിസ് മെലിറ്റസ് സിൻസ് 2007. അതെ. സോ ഹാസ് ഹാഡ് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ടൈം ഇൻഡിക്കേഷൻ വേണം. ഞാൻ ഇപ്പൊ തന്ന സ്റ്റേറ്റ്മെന്റിൽ ടൈം ഇൻഡിക്കേഷൻ തന്നു. ഞാൻ എന്താ ടൈം ഇൻഡിക്കേഷൻ തന്നത്? 1965 എന്ന പോയിന്റ് ഓഫ് ടൈം തന്നിരിക്കുന്നു അല്ലെ? 1965 ഉള്ള ടൈം ഇൻഡിക്കേഷൻ തന്നപ്പോ എന്താണ് വരേണ്ടത്? ഹാസ് ഹാഡ് ആണ് വരേണ്ടത്. മനസ്സിലായോ? ക്ലിയർ ആണോ? Okay, Mr. X has had type 2 diabetes mellitus for 5 years. എന്താണ് ഞാൻ യൂസ് ചെയ്തത്? Mr. X has had type 2 diabetes mellitus for 5 years. കഴിഞ്ഞ 5 വർഷമായിട്ട് പേഷ്യന്റിന് ഡയബറ്റീസ് ഉണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട്. അപ്പൊ ഞാൻ ടൈം ഇൻഡിക്കേഷൻ തന്നു. ക്ലിയർ ആണോ? ഇനി ഒന്ന് പറഞ്ഞേ, ഹാസും ഹാഡും ഹാസ് ഹാഡും കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഈ ഒരു സ്റ്റേറ്റ്മെന്റോട് തീർന്നോ? ഹാസും ഹാഡും ഹാസ് ഹാഡിന്റെ കൺസെപ്റ്റ് തീർന്നു എന്ന് വിശ്വസിക്കാമോ? ഹാസും ഹാഡും ഹാസ് ഹാഡും ഇതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കാമോ? റൈറ്റ്. 27 ഷെയർസ് പീപ്പിൾ. ഞാനൊരു 50 ഷെയർസ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. 126 വ്യൂവേഴ്സ് ഉണ്ട്.
126 വ്യൂവേഴ്സിൽ യെസ് അത്രയും വ്യൂവേഴ്സ് തന്നെ ഉണ്ട്, അത്രയും സ്റ്റുഡൻസ് ഇപ്പൊ എന്റെ കൂടെ അവൈലബിൾ ആണ്. എന്നിട്ട് 27 ഷെയർസ്. ഞാനൊരു 50 ഷെയർസ് എങ്കിലും എക്സ്പെക്ട് ചെയ്തിടോ, ഒരു 50 ഷെയർസിലിട്ടൊന്നും എത്തിച്ചേ. ആ സോ യെസ് മാം, അതാണ് റൈറ്റ്. ഓക്കെ, സോ നന്നായിട്ടാണ് ഈ സെഷൻ പോകുന്നുണ്ട്. നമ്മൾ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് പഠിച്ചു, ഹാസിന്റെ കൺസെപ്റ്റ് പഠിച്ചു, ഹാസ് ഹാഡിന്റെ കൺസെപ്റ്റ് പഠിച്ചു, ഹാഡിന്റെ കൺസെപ്റ്റ് പഠിച്ചു. നമുക്കിനി അടുത്ത കൺസെപ്റ്റിലോട്ടൊന്ന് പോവാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോവാം. ഓക്കെ, സ്ലൈഡ് 5 ആയിരുന്നു ഇത്, സ്ലൈഡ് 6 നമുക്ക് പോവാം. ഓക്കെ, സ്ക്രീൻ കാണാമല്ലോ, ഷെയർഡ് ആണ്. ഓക്കെ ഓക്കെ, യെസ് ഐ നോ ദ റെഗുലർ ആയിട്ട് വരുന്ന സ്റ്റുഡൻസ് ഉറപ്പായിട്ടും ഷെയർ ചെയ്തിട്ടുണ്ട്. ഐ നോ, യെസ് കം ഓൺ മേക്ക് ഇറ്റ് 50 ഷെയർസ് പീപ്പിൾ. ഓൾ റൈറ്റ്, അപ്പൊ നോക്കാം നമുക്ക്. ഓക്കെ, യെസ് എബി, താങ്ക് യു. റൈറ്റ് എവ്രി വൺ, നോക്കിക്കേ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പം മിസ്റ്റർ കപൂർ ഡാഷ് നോട്ട് പാസ്ഡ് യൂറിൻ ഡാഷ് ദ സർജറി. മിസ്റ്റർ കപൂർ dash not passed urine dash the surgery. Yes people, come on. Mr. Kapoor dash not passed urine dash the surgery. Yes, വെരി ഗുഡ്. യർ എല്ലാവരും കറക്റ്റ് ആയിട്ട് പറയുന്നു. എല്ലാവർക്കും കണ്ടീഷൻ മനസ്സിലായി തുടങ്ങി, എവിടെ ഹാസ് ചേർക്കണം എവിടെ ഹാഡ് ചേർക്കണം എന്നുള്ള കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയി തുടങ്ങി. ഗ്രേറ്റ്. കറക്റ്റ് ആണ്, ഗ്രേറ്റ് പീപ്പിൾ, കറക്റ്റ് ആണ്. എന്ത് ടെൻസ് ആണെന്നും കൂടെ പറയുമോ? എന്ത് ടെൻസ് ആണെന്നും കൂടെ പറയുമോ? നിങ്ങൾ എല്ലാവരും ഹാസ് നോട്ട് പാസ്ഡ് യൂറിൻ എന്നല്ലേ പറഞ്ഞേ? മിസ്റ്റർ കപൂർ ഹാസ് നോട്ട് പാസ്ഡ് യൂറിൻ. സോ ഹാസ് പറഞ്ഞല്ലോ, എന്ത് ടെൻസ് ആണെന്നും കൂടെ പറയുമോ? എന്ത് ടെൻസ് ആണിത്? ഹാസ് നോട്ട് പാസ്ഡ് യൂറിൻ. ലൈക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ഹാസ് ചേർക്കാൻ കാരണം? സിമ്പിൾ പ്രസന്റ് ആയതുകൊണ്ടാണോ? സിമ്പിൾ പ്രസന്റ് ആണോ റീസൺ? സാബു ഒന്നുകൂടെ. കറക്റ്റ് ആണ്, എന്നാൽ ഒന്ന് കൺസെപ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ, എന്തായിരിക്കും റീസൺ? സിമ്പിൾ പ്രസന്റ് ആണോ റീസൺ? പ്രസന്റ് പെർഫെക്റ്റ് ആണ് റീസൺ അല്ലേ? പ്രസന്റ് പെർഫെക്റ്റ് ആണ് റീസൺ. കാരണം പ്രസന്റ് പെർഫെക്റ്റിന്റെ ഡെഫിനേഷൻ എന്താ? പ്രസന്റില് പാസ്റ്റ് പെർഫെക്റ്റ് അല്ല, പാസ്റ്റ് പെർഫെക്റ്റ് അല്ല. സർജറി, സിൻസ് ദ സർജറി, ദാറ്റ് മീൻസ് ഫ്രം ദ ടൈം ഓഫ് സർജറി. ഫ്രം ദ ടൈം ഓഫ് സർജറി പേഷ്യന്റ് ഏതുവരെ, ഏത് സമയം വരെയാണ് മിസ്റ്റർ കപൂർ ഡാഷ് നോട്ട് പാസ്ഡ് യൂറിൻ? ഏത് സമയം വരെയാണ്? നിങ്ങൾക്ക് ഇപ്പം ഒരാളെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, ഇതേ ക്വസ്റ്റ്യൻ ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എപ്പോഴാണ് ഇത്, എങ്ങനെ പ്രസന്റിലാണെന്ന് എങ്ങനെ മനസ്സിലാവും? സർജറിക്ക് ശേഷം, റൈറ്റ്, സർജറിക്ക് ശേഷം സിൻസ് ദ ടൈം ഓഫ് സർജറി, ആ നിമിഷം തൊട്ട് ഇതുവരെ, ആ നിമിഷം തൊട്ട് ഇതുവരെ, ഏതുവരെ? പ്രസന്റ് വരെ. പാസ്റ്റ് വരെ ആണോ? പ്രസന്റ് വരെ, ഈ നിമിഷം വരെയാണ് അല്ലെ? ഈ നിമിഷം വരെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താ വരിക? റൈറ്റ്, സ്റ്റിൽ ഓൺ ഗോയിങ്. അപ്പൊ എന്താ പറയാ? ഹാസ് നോട്ട് പാസ്ഡ് യൂറിൻ സിൻസ് ദ സർജറി. മനസ്സിലായോ? ഹാസ് നോട്ട് പാസ്ഡ് യൂറിൻ സിൻസ് ദ സർജറി. ഇല്ല, ഹാഡ് എന്തായാലും വരില്ല, ഹാഡ് എന്തായാലും വരില്ല. ഹാഡ് ആയിരുന്നെങ്കിൽ സിൻസ് ദ സർജറി ഞാൻ തരാൻ പാടില്ലായിരുന്നു. ഹാഡ് ആയിരുന്നു ആൻസർ വരുന്നെങ്കിൽ സിൻസ് ദ സർജറി എന്നൊരു ടൈം ഞാൻ തരാൻ പാടുണ്ടായിരുന്നോ? യെസ്, ഹാസ് ഓർ ഹാവ് പ്ലസ് V3 രണ്ടും പോവാൻ, സബ്ജക്ട് പ്ലൂറൽ ആവുന്നതിന്റെ അനുസരിച്ച്. പക്ഷെ ഹാഡ് എങ്ങനെ പോകും? ഹാഡിന് പോകാനുള്ള എന്ത് സാധ്യതയുള്ളത്? ഹാഡിന് പോകാനുള്ള ഒരു ഒറ്റ സാധ്യതയുള്ളത് എന്താ? സിൻസ് ദ സർജറി ഞാൻ തരാൻ പാടില്ലായിരുന്നു അല്ലെ? ഹാഡ് ഉറപ്പായിട്ടും പോകുമായിരുന്നേനെ. സിൻസ് ദ സർജറി എന്നൊരു സബ്ജക്റ്റ്, എന്നൊരു വേർഡ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഹാഡിനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഞാനൊരു ടൈം നിങ്ങൾക്ക് തന്നു. എന്താണത്? സിൻസ് ദ സർജറി എന്ന് ഞാനൊരു ടൈം ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് തന്നു. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ ഡിയർ പീപ്പിൾ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഈ ടെൻസ് അല്ലേ? എന്ത് ടെൻസ് ഇത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണിത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ എല്ലാവർക്കും? ആൻസർ ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, റൈറ്റ്, പോരട്ടെ.
ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ്, കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയി വരുന്നു. എന്തൊക്കെ ടോപ്പിക്കാണ് നമ്മൾ ഇതുവരെ പഠിച്ചെന്ന് ഓർത്തെടുക്കാമോ? എന്തൊക്കെ ടോപ്പിക്കാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്? സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് പഠിച്ചു അല്ലെ? സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ, സിംഗുലർ ആണെങ്കിൽ എസ് ചേർക്കും, പ്ലൂറൽ ആണെങ്കിൽ എസ് ചേർക്കത്തില്ല. സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് പഠിച്ചു. ഹാസിന്റെയും ഹാഡിന്റെയും ഹാസ് ഹാഡിന്റെയും ആപ്ലിക്കേഷൻ പഠിച്ചു അല്ലെ? ഹാസ് ഹാഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടൈം ഇൻഡിക്കേഷൻ ഉണ്ടാവണം. ടൈം ഇൻഡിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഹാസ് ഹാഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പഠിച്ചു. ഹാസിന്റെ കൺസെപ്റ്റ് പഠിച്ചു. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ കൺസെപ്റ്റ് പഠിച്ചു അല്ലെ? ഏതെങ്കിലും കാര്യം പേഷ്യന്റ് ഫാക്ട് ആണെങ്കിൽ നമ്മൾ അവിടെ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹാഡിന്റെ കൺസെപ്റ്റ് പഠിച്ചു. പാസ്റ്റ് ആയിട്ട്, പാസ്റ്റിൽ നടന്ന ഒരു സംഭവം പ്രസന്റ് ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് നമ്മുടെ ഹാഡ്. അപ്പൊ ഹാസും ഹാഡും ഹാസ് ഹാഡിന്റെയും കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, നമുക്ക് എന്ത് കൺസെപ്റ്റ് അപ്ലൈ ആവാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പൊ നിങ്ങൾ എന്ത് വന്നാലും 50 ഷെയർസ് എത്തിക്കത്തില്ല അല്ലെ? എന്ത് വന്നാലും നിങ്ങൾ 50 ഷെയർസ് എത്തിക്കത്തില്ല അല്ലെ? ശരി, ആയിക്കോട്ടെ. മാം, I can't understand what you're speaking. I am from Goa. Okay, Rupali, do you understand Hindi? You can understand Hindi? Okay Rupali, no worries. See, we have Hindi channel also. ठीक है, हमारा एक हिंदी चैनल भी है जो हम लोग वेडनेसडेज को लेते हैं. कल मैंने एक लाइव सेशन लिया था. जो सेशन आज मैं ले रही हूँ इसी का हिंदी सेशन मैं अगले वेडनेसडे को लूंगी. ठीक है, मैं बुधवार को लूंगी. जो भी आज मैं एक्सप्लेन कर रही हूँ मलयालम चैनल में, ये एग्जैक्टली बिल्कुल पूरा का पूरा वेडनेसडे मैं हिंदी चैनल में लूंगी, जहां पे मैं इंग्लिश विथ हिंदी का ही मीडियम यूज करूंगी. ठीक है, क्योंकि ये मलयालम चैनल है ना, क्योंकि ये मलयालम चैनल है तो ये इंपॉर्टेंट है कि मैं मलयालम में ज्यादा यूज करूं. ठीक है, होप यू अंडरस्टैंड. ओके, नो वरीज. एनीवेज आई वुड बी स्पीकिंग इन इंग्लिश एज वेल. चलो, कम ऑन. सो कमिंग बैक टू द नेक्स्ट क्वेश्चन. എന്താണ് മിസ്റ്റർ ചെങ്? മിസ്റ്റർ, ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്ത് കഴിഞ്ഞു അല്ലേ? മിസ്റ്റർ ചെങ് ഡാഷ് സിവിയർ ഹെഡേക്ക് ഡാഷ് ട്യൂസ്ഡേ. അപ്പൊ ടൈം ഇൻഡിക്കേഷൻ ഉണ്ട്. ടൈം ഇൻഡിക്കേഷൻ എങ്ങനെയാടാ നിങ്ങൾ ഓപ്ഷൻ നമ്പർ എ ഒക്കെ പറയുന്നത്? ING പോലും തന്നിട്ടില്ല. ഓപ്ഷൻ നമ്പർ ബി. വെരി ഗുഡ്. ഓക്കെ, ഇനി I gave you option A, option B, option C, option D. You are also giving me option A, option B, option C, option D. No, I will select the right answer. Okay, so students might be thinking, ma'am, ഇത് മാമിന്റെ എപ്പോഴുള്ള നോർമൽ ഡയലോഗ് ആണെന്ന് മാറ്റി പിടിക്കുവോ അല്ലേ? റൈറ്റ്. Okay, so yes, option number D ആണ് correct. Option number D ആണ് correct. എന്തുകൊണ്ടാണ് option number D correct? Option number D correct ആയിട്ട് choose ചെയ്യണമെങ്കിൽ no, it's not option number A, it is option number D. So first of all, for we to choose option number D, we should know what is the tense, right? Yes, very good Jintu, you just said it. You just said it. എന്ത് tense ആണ് ഇവിടെ apply ചെയ്യാൻ പോകുന്നത്? Present perfect continuous tense ആണ് നമ്മൾ ഇവിടെ apply ചെയ്യാൻ പോകുന്നത്. What tense are we going to apply? Present perfect continuous tense ആണ് നമ്മൾ ഇവിടെ apply ചെയ്യാൻ പോകുന്നത്. Present perfect continuous tense apply ചെയ്യാനുള്ള കാര്യം എന്താ? What is the reason to apply present perfect continuous tense, people? Just as we said before, any action that started in the past and still continuing with the help of time indication, we call that tense as present perfect continuous tense. ഏതെല്ലാം ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഇതുവരെ കണ്ടിന്യൂ ചെയ്യുന്നുവോ അതിനെല്ലാം നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കണക്ട് ചെയ്യുന്ന എക്സാമ്പിൾ ഒന്ന് നോക്കിയാൽ, നമ്മൾ നമ്മുടെ ലൈവ് സെഷൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു? 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? നമ്മൾ നമ്മുടെ ലൈവ് സെഷൻ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ 7:34 കഴിഞ്ഞ 34 മിനിറ്റ് ആയിട്ട് നമ്മൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ് ഓർ നോ? കഴിഞ്ഞ 34 മിനിറ്റ് ആയിട്ട് നമ്മൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ് ഓർ നോ? 34 മിനിറ്റ് മുമ്പ് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? വി ഹാവ് ബീൻ അറ്റൻഡിങ് ലൈവ് സെഷൻ ഫോർ 34 മിനിറ്റ്സ് അല്ലെ? അല്ലെങ്കിൽ സിൻസ് 7 PM. വി ഹാവ് ബീൻ അറ്റൻഡിങ് ദ ലൈവ് സെഷൻ ഇൻ ഫേസ്ബുക്ക് സിൻസ് 7 PM എന്ന് നമുക്ക് പറഞ്ഞൂടെ? Because the action started few minutes before and it is still going. So അതേപോലെ ഇവിടെയും പേഷ്യന്റിന് സിവിയർ ആയിട്ടുള്ള ഹെഡേക്ക് എന്ന് തുടങ്ങിയതാ? ട്യൂസ്ഡേ തുടങ്ങിയ ആക്ഷൻ ഇതുവരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ? ട്യൂസ്ഡേ തുടങ്ങിയ ഒരു ആക്ഷൻ ഇതുവരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ട്യൂസ്ഡേ തുടങ്ങിയ ഒരു ആക്ഷൻ ഇതുവരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ എന്ത് ടെൻസ് ആണ് പറയുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് മിസ്റ്റർ ചെങ് ഹാസ് been experiencing severe headache since Tuesday. Since Tuesday da has been plus first form of the verb varilla ട്ടോ. has been plus first form of the verb ഒരിക്കലും വരില്ല. ഒരുപാട് ആൾക്കാർ has been plus first form ആണ് പറഞ്ഞത്. has been plus first form of the verb പോസിബിളി അല്ല. മനസ്സിലാവുന്നുണ്ടോ?
ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ എക്സ് ഡാഷ് പെർസിസ്റ്റന്റ് ചെസ്റ്റ് പെയിൻ ഫോർ 2 weeks എന്തായിരിക്കും ആൻസർ? മിസ്റ്റർ എക്സ് ഡാഷ് പെർസിസ്റ്റന്റ് ചെസ്റ്റ് പെയിൻ. മിസ്റ്റർ എക്സ് ഡാഷ് പെർസിസ്റ്റന്റ് ചെസ്റ്റ് പെയിൻ ഡാഷ് 2 weeks എന്തായിരിക്കും വരിക? എന്തായിരിക്കും വരിക? മിസ്റ്റർ എക്സ് ഡാഷ് പെർസിസ്റ്റന്റ് ചെസ്റ്റ് പെയിൻ എന്തായിരിക്കും വരിക? വാട്ട് ക്യാൻ യു യൂസ്? യെസ്, പോരട്ടെ, ആൻസേഴ്സ് പോരട്ടെ. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസേഴ്സ്. ഈശ്വര, സ്റ്റക്കായോ? യെസ് പീപ്പിൾ, ഞാൻ ഓഡിബിൾ അല്ലേ? ഹാ, ഒന്ന് നമുക്ക് ഹാസാർഡ് യൂസ് ചെയ്യാം ഉറപ്പായിട്ടും. ഇല്ല ഇല്ല ജിജി, ഇല്ല, ഹാസ് യൂസ് ചെയ്യാൻ നമുക്കിനി പറ്റില്ല. ഹാസ് ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല. ഹാസ് യൂസ് ചെയ്യണമായിരുന്നെങ്കിൽ ഞാൻ അവിടെ സിൻസ് എന്തുവായിരുന്നു ഞാൻ ടൈം തന്നെ 2 weeks എന്നൊരു ടൈം പിന്നെ ഞാൻ തന്നിട്ട് അവിടെ കാര്യമില്ല അല്ലെ. 2 weeksന്റെ ഒരു ടൈം ഫ്രെയിം അവിടെ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ ഞാൻ എന്ത് യൂസ് ചെയ്യണം? ഒന്നെങ്കിൽ യൂസ് ചെയ്യണം മിസ്റ്റർ എക്സ് ഹാസ് ബീൻ എക്സ്പീരിയൻസിങ് പെർസിസ്റ്റന്റ് ചെസ്റ്റ് പെയിൻ ഫോർ ദ ലാസ്റ്റ് 2 weeks. ഓക്കെ, ഒന്നെങ്കിൽ ഞാൻ എന്ത് യൂസ് ചെയ്യണം? മിസ്റ്റർ എക്സ് ഹാസ് ബീൻ, നോ, മിസ്റ്റർ എക്സ് ഹാസ് ബീൻ പെർസിസ്റ്റന്റ് ചെസ്റ്റ് പെയിൻ എന്നും പറയാൻ പാടില്ല. മിസ്റ്റർ എക്സ് ഹാസ് ബീൻ എക്സ്പീരിയൻസിങ് persistent chest pain for the last 2 weeks. മനസ്സിലായോ? ക്ലിയർ ആണോ? മിസ്റ്റർ എക്സ് ഹാസ് ബീൻ എക്സ്പീരിയൻസിങ് persistent chest pain for the last 2 weeks. Can I say Mr. X has been suffering from persistent chest pain? എനിക്ക് suffering word യൂസ് ചെയ്യാമോ? Can I use the word suffering in our letter? Can I use the word suffering in our letter? Mr. X has been suffering from persistent chest pain for the last 2 weeks എന്ന് എനിക്ക് യൂസ് ചെയ്യാമോ? Can we use? No, never use the word suffering in our letter. Suffering word applicable നമ്മുടെ letter writing അല്ല. Okay? Suffering word നമുക്ക് applicable അല്ല. മനസ്സിലായോ? Clear ആണോ? Yes, suffering we don't use in our letter writing. Okay? So എന്ത് ടെൻസ് ആയിരുന്നു ഇത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യുന്ന രണ്ട് prepositions എന്തൊക്കെയാണ്? സിൻസും ഫോറും. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യുന്ന രണ്ട് prepositions എന്തൊക്കെയാണ്? സിൻസും ഫോറും. What are the two prepositions that we use in present perfect continuous tense? Since and for. Since എന്തിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്? For എന്തിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്? Since is used to indicate point of time and for is used to indicate duration of time. അല്ലേ? Since is used to indicate, oh my god, I have 48 shares. Come on people, make it 50. Right? I have 48 shares. Wow, wonderful people. Very good. Lots of love people. Come on, make it 50 here. I have 138 viewers. Come on, make it 50. Right. So since is used to indicate point of time and for is used to indicate duration of time. ഈ duration എന്ന് പറയുമ്പോൾ 5 വർഷം, 10 മാസം, 5 ആഴ്ച, 4 മണിക്കൂർ, 4 ദിവസം. റൈറ്റ്, ഇതെല്ലാം എന്താണ്? ഡ്യൂറേഷൻ ഓഫ് ടൈം. ഫോർ ലാസ്റ്റ് 4 years, ഫോർ 10 months, ഫോർ 7 months, ഫോർ 10 days, ഫോർ 5 hours. ഇവിടെ എല്ലാമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? For use ചെയ്യുന്നത്. Oh my god, I have 50 shares. Lovely people, thank you so much. Right, wonderful, wonderful. The whole credit goes to you for doing this. Great people, wonderful. Wow, you just made my day. Thank you so much for making it. Oh, now it is 51 shares. Wonderful people, great. Okay, so simple present പഠിച്ചു, present perfect പഠിച്ചു, present perfect continuous പഠിച്ചു, ഹാസ് പഠിച്ചു, ഹാസ് ഹാഡ് പഠിച്ചു, ഹാസ് ഹാഡ് രണ്ടിന്റെയും ആപ്ലിക്കേഷൻ പഠിച്ചു, സിൻസും ഫോറും പഠിച്ചു. വണ്ടർഫുൾ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നീങ്ങാം നമുക്ക്. ഓക്കെ, സോ ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. ഓക്കെ, സോ യെസ്, ഇതിന്റെ ക്വസ്റ്റ്യൻ, ഇതിന്റെ ആൻസർ എല്ലാവർക്കും ചെയ്യാൻ പറ്റേണ്ടതാണ്. സിൻസ് 2012 for 10 years exactly. Has been instead of has had. See, has had, it's not we can say that has had is wrong. Instead means has had is wrong. Has had തെറ്റല്ല. Has had गलत नहीं है कि आप उसके okay, has had തെറ്റല്ല, അതിന് പകരം യൂസ് ചെയ്യാന്ന് വെച്ചാൽ തെറ്റാണ്.
ഹാസ് ഹാഡ് തെറ്റിയാലല്ലേ നമുക്ക് അതിന്റെ പകരം. ബോത്ത് ആർ റൈറ്റ് അറ്റ് ദെയർ റെസ്പെക്റ്റീവ് പ്ലേസസ്. ഓക്കെ, ഇൻസ്റ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് തെറ്റാണ്. തെറ്റല്ല, ഹാസ് ഹാഡിന്റെ ആപ്ലിക്കേഷൻ ആബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ് ടൈം ഇൻഡിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ മിസ്റ്റർ എക്സ് ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ സിൻസ് 1965 എന്ന് പറഞ്ഞു. എനിക്ക് വേറെ ഏത് രീതിയിൽ പറയാമോ എന്ന് പറയാമോ? ഹാസ് ഹാഡ് യൂസ് ചെയ്യാതെ മിസ്റ്റർ എക്സ് ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ സിൻസ് 1965 എന്ന് പറയാതെ ഓക്കെ, എനിക്ക് വേറെ ഏത് ഫോം നമ്മുടെ ലെറ്ററിൽ യൂസ് ചെയ്യാം ഒന്ന് പറഞ്ഞേ. എന്ത് പറയാം നമുക്ക്? ഓക്കെ, ആൻസർ. ഓക്കെ, ഫൈൻ, യു ആർ ആൻസറിങ്. ജസ്റ്റ് ടെൽ മീ വാട്ട് ഈസ് ദ അതർ വേ ഓഫ് സേയിങ് മിസ്റ്റർ എക്സ് ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ സിൻസ് 1965? എനിക്ക് വേറെ ഏത് രീതിയിൽ ഇത് പറയാം? മിസ്റ്റർ എക്സ് ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ സിൻസ് 1965 പകരം എനിക്ക് എന്ത് രീതിയിൽ ഇത് പറയാൻ പറ്റും ഒന്ന് പറഞ്ഞേടാ. മിസ്റ്റർ എക്സ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ഹൈപ്പർ ടെൻഷൻ സിൻസ് 1965 എന്ന് എനിക്ക് പറഞ്ഞൂടെ? ഡയഗ്നോസിസിന് ഇമ്പോർട്ടൻസ് കൊടുത്തൂടെ എനിക്ക്? ഒന്ന് പറഞ്ഞേ, എനിക്ക് ഡയഗ്നോസിസിന് ഇമ്പോർട്ടൻസ് കൊടുത്തൂടെ? യെസ് ഓർ നോ? ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വെച്ചും പറയാം അല്ലേ? മിസ്റ്റർ എക്സ് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് hypertension since 1965 എന്നും എനിക്ക് പറയാം അല്ലേ? നിങ്ങൾ ഓൾറെഡി ഹാസ് ഹാഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് ഹൈപ്പർ ടെൻഷൻ. പക്ഷെ പ്രപ്പോസിഷൻ സൂക്ഷിക്കുക, സിൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സിൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ക്ലിയർ ആണോ എല്ലാവർക്കും? പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വണ്ടർഫുൾ, ഗ്രേറ്റ്. ഓക്കെ, ഓൾ റൈറ്റ് പീപ്പിൾ. സോ ഞാൻ 50 ഷെയർസ് ചോദിച്ചു, നിങ്ങൾ അതിനെ 56 ആക്കി. വണ്ടർഫുൾ. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് 100. ലെറ്റ്സ് മേക്ക് ഇറ്റ് 100. ലെറ്റ്സ് സീ ഇഫ് വി ക്യാൻ മേക്ക് ഇറ്റ് 100. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, റൈറ്റ്. മോസ്റ്റ് ഓഫ് യു വുഡ് ബി തിങ്കിങ്, ഓക്കെ, സോ ഞങ്ങളെ കൊണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇവർ ചെയ്യിപ്പിക്കുന്നത്, അത് ഞങ്ങളെ കൊണ്ട് ഷെയർ ആണോ ചെയ്യിപ്പിക്കുന്നത്? റൈറ്റ്, സി ലെറ്റ് ദ ട്രെൻഡ് ദാറ്റ് ഗോ. ഓക്കെ, റൈറ്റ്. മിസ്റ്റർ എക്സ്, ഇറ്റ് ഈസ് കറക്റ്റ് ജോസ്മി, ബട്ട് മാക്സിമം നമ്മുടെ ലെറ്ററുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് രീതികളാണ്. ഓക്കെ, നമ്മുടെ ലെറ്റർ റൈറ്റിംഗിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഇതാണ് ജോസ്മി. തെറ്റെന്ന് പറയാൻ പറ്റില്ല, തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഹാസ് ഹാഡിന്റെയും ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് എന്നാണ്. അല്ലാതെ ഇതിന് തെറ്റ് എന്ന് പറയാനും പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ബിക്കോസ് നമ്മുടെ ലെറ്റർ റൈറ്റിംഗ് കുറെ വേർഡ്സിനും കുറച്ച് കാര്യങ്ങളിൽ കുറച്ച് സെൻസിറ്റീവ് ആണ്. ഓക്കെ, ലെറ്റ്സ് യൂസ് ദിസ് വേർഡ് എന്നാൽ ഇതിനെ തെറ്റെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായോ? ഗ്രേറ്റ്. ഓക്കെ, all right people, so let's make it 100 shares. Yeah, let's make it 100 shares. I'm very excited to move on with the session, right? And I seriously like the enthusiasm you all have with me. You all are answering well. You have great participation. See, if this is a success, if I have 148 people right now watching the session, so it is absolutely because of you. So let's move on with the same enthusiasm, and let's see how do we answer the next question. So let's move on. Mr. Amir Malik dash tonsillectomy and adenoidectomy dash 1975. Okay, so dash 1975 രണ്ടും ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് അല്ലേ? രണ്ടും ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. രണ്ടും ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. രണ്ട് സർജിക്കൽ പ്രൊസീജിയർ പാസ്റ്റിൽ ഒരു ടൈമിൽ നടന്നതാണ് അല്ലെ? ഈ രണ്ട് സർജിക്കൽ പ്രൊസീജിയറും പാസ്റ്റിൽ നടന്നൊരു ആക്ഷൻ ആണ്. അപ്പൊ ഉറപ്പായിട്ടും ഇതിന് പ്രസന്റ് ആയിട്ട് യാതൊരു ബന്ധമില്ല. വെരി ഗുഡ്. ബട്ട് യു ക്യാൻ ടെൽ മീ, ഇവിടെ ആക്ച്വലി സത്യത്തിൽ രണ്ട് കറക്റ്റ് ആൻസേഴ്സ് ഇല്ലേ? ഇവിടെ സത്യത്തിൽ രണ്ട് കറക്റ്റ് ആൻസേഴ്സ് ഇല്ലേ? കാൻറ്റ് യു സീ 2 റൈറ്റ് ആൻസേഴ്സ് ഹിയർ? ഇവിടെ സത്യത്തിൽ രണ്ട് കറക്റ്റ് ആൻസേഴ്സ് ഉണ്ട്. ഒന്ന് നോക്കിക്കേ. മിസ്റ്റർ ആമിർ മലിക് dash tonsillectomy and adenoidectomy dash 1975. 1975 രണ്ട് നടന്ന രണ്ട് എക്സാക്ട്ലി സുബി. ഗ്രേറ്റ്, വണ്ടർഫുൾ. രണ്ടും കറക്റ്റ് ആണ്. ബോത്ത് ബി ആൻഡ് സി ആർ കറക്റ്റ്. കാരണം ഇല്ല, ഡി എന്തായാലും വരില്ല. ആശ. അണ്ടർവെന്റ് ആൻഡ് ഹാഡ്. ആൻഡ് 1975 ഒരു എന്താണ്, ഒരു ഇയർ ആണ്. അല്ലാതെ ആ 1975 ഏത് മാസം ഇന്ന ഡേറ്റ് ഒന്നും തന്നിട്ടില്ല. 1975 ഏത് മന്ത് ഏത് ഡേറ്റ് എന്ന് തരാത്ത സ്ഥിതിക്ക് നമുക്ക് എന്നൊരു പ്രപ്പോസിഷന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്ന്. സെക്കൻഡ് കാര്യം, എന്ത് ടെൻസ് ഇത്?
പാസ്റ്റിൽ നടന്ന ഒരു ഇൻസിഡന്റ് ഹാവിംഗ് നോ കണക്ഷൻ വിത്ത് ദ പ്രസന്റ്, അതിന് എന്ത് ടെൻസാ പറയുന്നത്? ഒന്ന് പറഞ്ഞേ. ഗ്രാമർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരൊന്ന് പെട്ടെന്ന് പറഞ്ഞേ. Any incident that took place in the past which is a completed action in the past and it has no connection with the present. Present ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത പാസ്റ്റിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനെ എന്ത് ടെൻസ് ആണ് പറയുന്നതെന്ന് പെട്ടെന്ന് പറഞ്ഞേ. പോരട്ടെ, എന്ത് ടെൻസാ പറയുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് പറയുന്നത്. എന്ത് ടെൻസാ പറയുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് അല്ലേ? Right? Any action that took place in the past having no connection with the present is called as simple past. Any action, എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, any action that took place in the past having no connection with the present is called as simple past. പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷൻ പ്രസന്റ് ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യത്തിന് നമ്മൾ എന്ത് ടെൻസ് ആണ് പറയുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് പറയുന്നത്. സിമ്പിൾ പാസ്റ്റിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബ് എന്താണെന്ന് പെട്ടെന്ന് പറഞ്ഞേ. പോരട്ടെ, സിമ്പിൾ പാസ്റ്റിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബ് എന്താണ്? V2. റൈറ്റ്? സിമ്പിൾ പാസ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ഓക്സിലറി വെർബ് എന്താണ്? V2. സെക്കൻഡ് ഫോം ഓഫ് ദ വെർബ് ആണ് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. സിമ്പിൾ പാസ്റ്റിൽ മാത്രമാണ് നമ്മൾ സെക്കൻഡ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യുന്നത് ഡിയർ സ്റ്റുഡൻസ്. വേറെ ഒരു സ്ഥലത്തും നമ്മൾ സെക്കൻഡ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യാറില്ല. അതെ, ഡിഡ് പ്ലസ് V1 അല്ലെ? ഡിഡ് പ്ലസ് V1. ഈ വാസും വേറും പാസീവ് വോയിസ് ആണ്. ഓക്കെ, വാസും വേറും പാസീവ് വോയിസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ ഡിഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഡിഡ് യൂസ് ചെയ്യുമ്പോൾ ഡിഡ് പ്ലസ് V1 ആണ്. അല്ലാതെ നമ്മൾ വേർബ് യൂസ് ചെയ്യുന്നത് എന്താ? വേർബ് യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ്. എന്താ ഞാനിപ്പോൾ പറഞ്ഞത്? വേർബ് നമ്മൾ യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫസ്റ്റ് ഫോം? എന്താ? അണ്ടർഗോ. ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ് എന്താ? അണ്ടർഗോ. അപ്പൊ സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ് എന്താ? വാട്ട് ഇസ് സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ്? ഒന്ന് ആൻസർ ചെയ്തേ. അണ്ടർവെന്റ്. വാട്ട് ഇസ് സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ്? അണ്ടർവെന്റ്. And what is third form of the verb? പെട്ടെന്ന് ആൻസർ ചെയ്തേ. What is third form of the verb? Undergone. Okay, undergone. So first form of the verb എന്താ? Undergo. Second form of the verb എന്താ? Underwent. Third form of the verb എന്താ? Undergone. മനസ്സിലായോ? ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം ഓഫ് ദ വേർബ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? സോ ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്? സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ് ആണ് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ പറഞ്ഞു അല്ലെ? സിമ്പിൾ പാസ്റ്റില് നമ്മൾ എപ്പോഴും സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അണ്ടർഗോയുടെ സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ് എന്താ? അണ്ടർവെന്റ് ആണ്. അപ്പൊ മിസ്റ്റർ ആമിർ മലിക് underwent tonsillectomy and adenoidectomy in 1975 അല്ലെങ്കിൽ മിസ്റ്റർ ആമിർ മലിക് had tonsillectomy and adenoidectomy in 1975. മനസ്സിലായോ? ക്ലിയർ ആയോ? മനസ്സിലായോ? ക്വസ്റ്റ്യൻ നമ്പർ 7 എല്ലാവർക്കും ക്ലിയർ ആയിരുന്നോ? ഓക്കെ, സോ നോക്കിക്കേ, നമ്മൾ സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് പെർഫെക്റ്റ്, കണ്ടിന്യൂസ് ടെൻസ്, ആപ്ലിക്കേഷൻ ഓഫ് ഹാസ്, ആപ്ലിക്കേഷൻ ഓഫ് ഹാഡ്, ആപ്ലിക്കേഷൻ ഓഫ് ഹാസ് ഹാഡ് എപ്പോൾ സിൻസ് യൂസ് ചെയ്യണം, എപ്പം ഫോർ യൂസ് ചെയ്യണം, എപ്പോൾ ഇന്ന് യൂസ് ചെയ്യണം എന്നുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്ന വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ, ബെനിഫിഷ്യൽ ആയിരുന്നെങ്കിൽ ഒന്നൊരു തംസ് അപ്പ് ഇടണേ. നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ സെഷൻസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്ലീസ് പുട്ട് എ തംസ് അപ്പ്, ബിക്കോസ് that is the energy for me to bring up with another wonderful session and to have such lovely audience around me. Seriously people, this session is absolutely incomplete without you. Yes dear Prezi, finished. Right, Prezi is never satisfied alle? Prezi is never satisfied. Iniyum questions cheyanam alle? Right, so everybody loved the session, everybody had a wonderful session, and seriously even I enjoyed the session with you a lot. ഞാനൊരു 50 shares ആയിരുന്നു പ്രതീക്ഷിച്ചത്, അതിൻ്റെ കൂടെ നിങ്ങളുടെ 62 shares. Seriously people, thank you so much. You just made my day. Thank you so much everyone. It was a wonderful session with you all. അടുത്ത വെഡ്നെസ്ഡേ ഇതിന്റെ हिंदी सेशनुमाയിട്ട് ഞാൻ വരുന്നതായിരിക്കും. राइट, सो जितने भी स्टूडेंट्स इसका हिंदी सेशन वेट कर रहे हैं, इसी का हिंदी सेशन अगले हफ्ते बुधवार को, वेडनेसडे को मैं हिंदी चैनल में लेकर आऊंगी. एंड അടുത്ത ആഴ്ച ഫ്രൈഡേ നമുക്ക് ഇതേ സമയത്ത് വീണ്ടും ഗോഡ് ബി വില്ലിംഗ് കാണാം. ഓക്കെ, താങ്ക് യു ഷെർലിൻ, താങ്ക് യു സോ മച്ച് പീപ്പിൾ, ലോട്ട്സ് ഓഫ് ലവ് എവ്രിവൺ, താങ്ക് യു സോ മച്ച്. Catch you at 9 p.m. Catch you at 9 p.m. for the Zoom session. Thank you everyone. Bye-bye. Good night. Thank you. All right. Oh, is it? Sabu was my student. Oh, great. Okay, Sabu, great. All right. Okay. Very happy to see your messages. Thank you, Soumya. Thank you, Soumya. You have been a determined student throughout all the live sessions, right? So wonderful. Nice. I hope it helps you.
All right, everyone. Thank you, everyone. Bye bye.